ഈ നാച്ചുറോപ്പതിയും ഫങ്ഷണൽ മെഡിസിനും വെച്ചിട്ട് എങ്ങനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? സോ നാച്ചുറോപ്പതിയുടെ ഒരു പ്രധാനപ്പെട്ട അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ ട്രിഗർ ആകാനായിട്ട് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. അന്നേരം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളതിനെ റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ബോഡീൻ്റെ ഇൻഫ്ലമേഷൻ, ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസിൽ ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അന്നേരം ആ ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റം എന്തിനെതിരെയോ പ്രതികരിക്കുന്നതാണ്. സോ സാധാരണ ഒരു ടിപ്പിക്കൽ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തിനെതിരെയാണ് പ്രതികരിക്കുന്നതെന്ന് അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് ജീനുണ്ട്, അതുകൊണ്ട് എൻ്റെ ബോഡി പ്രതികരിക്കുന്നു. പക്ഷേ ബോഡി പ്രതികരിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിലെ ഏതോ ഒരു കാരണത്തോടാണ്. അന്നേരം അത് പലർക്കും അറിയത്തില്ല. അന്നേരം നമ്മൾ ആ കാരണം എന്താണ് എന്നാണ് നമ്മൾ നാച്ചുറോപ്പതിക്ക് അപ്രോച്ചിലോ അല്ലെങ്കിൽ ഫങ്ഷൻ മെഡിസിൻ അപ്രോച്ചിലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് അവരുടെ ഡയറ്റാണോ, ഡയറ്റിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണോ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണോ, അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് ആണോ, അങ്ങനെ നമ്മളതിനെ വിശാലമായിട്ട് അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ അനലൈസ് ചെയ്യും. അത് അനലൈസ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലാബ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. അവരുടെ ലെവൽ ഓഫ് ഇൻഫ്ലമേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട്, ന്യൂട്രീഷണൽ സ്റ്റാറ്റസും അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അതിനുശേഷമാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് വരുന്നത്. സോ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മേജർലി ഫോക്കസ് ചെയ്യുന്നത്, സാക്കിയയിൽ ഫോക്കസ് ചെയ്യുന്ന ഒന്ന് ഫാസ്റ്റിംഗ് തെറാപ്പിയാണ്. അതായത് ഈ ഫാസ്റ്റിംഗ് തെറാപ്പിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കാമായി, അതായത് ഇതിന് വേണ്ട ട്രിഗേഴ്സ് ഒന്നും മിക്കവാറും കിട്ടുന്നില്ല. സോ അങ്ങനെയാകുമ്പം അതിന് റെസ്റ്റ് എടുക്കാനായിട്ടുള്ളൊരു സമയമാണ് ഈ ഫാസ്റ്റിംഗ് തെറാപ്പി അല്ലെങ്കിൽ ഉപവാസത്തിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഗട്ടിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഗട്ടിന് വേണ്ട പ്രോബയോട്ടിക്സ് പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ പ്രീബയോട്ടിക്സ് പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാനായിട്ട് ഇപ്പം എസ്പെഷ്യലി സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ അക്യുപങ്ക്ചർ, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്. ഇനിയിപ്പം പെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മസാജ് തെറാപ്പി ആകാം, അക്യുപങ്ക്ചർ ആകാം, ഓസോൺ തെറാപ്പി ഉണ്ട്. അങ്ങനെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് തെറാപ്പീസാണ് നമ്മൾ നാച്ചുറോപ്പതിയിലും ഫങ്ഷൻ മെഡിസിനിലും ഈ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാ ട്രീറ്റ്മെൻറ്റ്സും ആവശ്യം വരില്ല. എന്താണോ റൂട്ട് കോസ് അതിനനുസരിച്ചാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു കണ്ടീഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. സോ അതാണ് ബേസിക്കലി ഒരു നാച്ചുറോപ്പതിക് ആൻഡ് ഫങ്ഷൻ മെഡിസിൻ അപ്രോച്ച് നമ്മൾ സാക്കിയയിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ.